ലൈറ്റ് ഓൺ ചെയ്യാണ്. ലൈറ്റ് ഓൺ ചെയ്യുന്നു. ഈ വോൾട്ടേജ് ഡയറക്ഷൻ നെഗറ്റീവിലേക്കും പിന്നെ ഈ വോൾട്ടേജ് അഡ്ജസ്റ്റർ ഉപയോഗിച്ചിട്ട് ഇവിടെ 0 വോൾട്ട് ആക്കണം. ഈ വോൾട്ടേജ് അഡ്ജസ്റ്റർ ഉപയോഗിച്ച് ഇവിടെ 0 വോൾട്ട് ആക്കണം. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ 0 ആക്കണം. ഇനി ഇത് കറണ്ടിലേക്ക് ഇടാം. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു കറണ്ട് ഇപ്പോൾ ഒരു 1.9 മൈക്രോ ആംബറിന്റെ റേഞ്ചിലൊപ്പം ആവുന്നുള്ളൂ. പണ്ടത്തെ ലൈറ്റ് എല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കറണ്ട് മൾട്ടിപ്ലയർ 0.1 ഇടാം. അപ്പം ഇൻറ്റു 1 ഇടണ്ട അല്ലേ? 0.1 ഇടാം. 0.1. ഓക്കെ. ഇനി അടുത്ത ഫിൽറ്റർ ഇടാം. ഇത് കഴിഞ്ഞപ്പോൾ ഇത് നോട്ട് ചെയ്യൊന്നും വേണ്ടല്ലോ. ഒരു സാധനം ഫിൽറ്റർ ഫിൽറ്റർ ഇടാം. ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ വോൾട്ടേജ് അഡ്ജസ്റ്റർ ഉപയോഗിച്ച് ഈ കറണ്ട് 0 ആക്കാം. അപ്പം കിട്ടിയ കറണ്ട് ഈ വോൾട്ടേജ് അഡ്ജസ്റ്റർ ഉപയോഗിച്ചിട്ട് 0 ആക്കാം. ഓക്കെ, 0 ആയി. 0 ആക്കി കഴിഞ്ഞിട്ട് ഈ ഡിസ്പ്ലേ മോഡ് വോൾട്ടേജിലേക്ക് ഇടുക. അപ്പം ഇവിടെ ഒരു വോൾട്ടേജ് കിട്ടും. അതാണ് നമ്മുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. ഇത് റെഡ് ഇടുമ്പോഴാണ് റെഡ് ഇട്ടിട്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇതാണ് നമ്മളിവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയിട്ട് സ്റ്റാൻഡേർഡ് വാല്യൂസ്. ഇതൊക്കെ ഈ വാല്യൂസ് ഒക്കെ അതിന്റെ ഉള്ളിലുണ്ട്. ഫിൽറ്റേഴ്സിന്റെ ആവുന്നുണ്ട്. നമ്മൾ പഠിച്ച് കഷ്ടപ്പെടുന്നത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് പഠിക്കാം.